Hi friends, welcome back to Menu's Taste of Home. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം തയ്യാറാക്കാം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള റൈസാണ്. തേങ്ങാപ്പാൽ 2 കപ്പ്, മുട്ട 1 എണ്ണം, ഏലക്ക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ആദ്യം തന്നെ നമുക്ക് മിക്സറിന്റെ ജാറിലേക്ക് കിണ്ണത്തപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ചേർക്കാം, അല്ലെങ്കിൽ വയനാടൻ കൈമ അരി എന്ന് പറയും. ഇതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള റൈസ് യൂസ് ചെയ്യാം. ഒന്നുകിൽ ഇഡ്ലി റൈസോ അല്ലെങ്കിൽ പച്ചരിയോ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട ചേർക്കാം. ഏലക്ക പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. ഇപ്പോൾ മുഴുവൻ ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ 5 or 6 എണ്ണം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഞാൻ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അരി നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇതൊരു ബൗളിലേക്ക് പകർത്താം. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ച് ബൗളിലേക്ക് ചേർക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടുന്നതിനായിട്ടാണ് നമ്മളിതൊരു ഫൈൻ ആയിട്ടുള്ളൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റുന്നത്. ഇത് നിർബന്ധമില്ല, ഇഷ്ടമെങ്കിൽ അരിച്ചു മാറ്റാം. വളരെ ഫൈൻ ആയിട്ടുള്ളൊരു അരിപ്പയിലൂടെ ഞാനിത് അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിന് വളരെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. കിണ്ണത്തപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വേണം. ഇതിന്റെ ആ ഒരു എഡ്ജസിലും സൈഡിലും ഒക്കെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് കിണ്ണത്തപ്പം നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ. ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ ലാഡൽ ബാറ്ററായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ ഒരു 1/4 ഭാഗം മാത്രം ബാറ്റർ നിറയ്ക്കാം. ഇനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇപ്പൊ സ്റ്റീമറിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകവും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒന്ന് കുത്തി നോക്കാം. ഇത് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കിണ്ണത്തപ്പം കംപ്ലീറ്റ്ലി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഇതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ്ലി കൂളായതിനു ശേഷം മാത്രം മുറിച്ചെടുക്കാം. ഇപ്പൊ അതിന്റെ ആ ഒരു സൈഡിൽ നിന്നെല്ലാം ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഇതുപോലത്തെ 2 കിണ്ണത്തപ്പം ആയിരിക്കും കിട്ടുന്നത്. വളരെ സോഫ്റ്റ് ആണ്. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സോഫ്റ്റ് ആണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. കിണ്ണത്തപ്പം ഇവിടെ റെഡിയാണ്. Thank you for watching.